പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്ന് ചാനൽ ചർച്ചയ്ക്കിടെ ബി.ജെ.പി. നേതാവ് കൊലവിളി പരാമർശം നടത്തിയ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് പോലും അവതരണാനുമതി കിട്ടിയില്ല. എ.ബി.വി.പി. മുൻ സംസ്ഥാന പ്രസിഡന്റും ബി.ജെ.പി. ടീച്ചേഴ്സ് സെൽ സംസ്ഥാന കൺവീനറുമായ പ്രിന്റു മഹാദേവിനെതിരെ പേരാമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. കലാപാഹ്വാനമടക്കം ചൂണ്ടിക്കാട്ടി ഭാരതീയ ന്യായ സംഹിതയിലെ 192, 352, 351, 2 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ആരെങ്കിലും TV ചർച്ചയിൽ പറഞ്ഞതിന് അടിയന്തര പ്രാധാന്യം ഇല്ല എന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റേത് സമരാഭാസമെന്ന് പി. രാജീവും അസംബന്ധ നാടകമെന്ന് MP രാജേഷും പരിഹസിച്ചു. സർക്കാർ ബി.ജെ.പി. കൂട്ടുകെട്ട് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഏതായാലും പ്രിന്റുവിനായി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് കേരള പോലീസ്. കൊലവിളിയിൽ ഒത്തുകളിയോ എന്നാണ് ഹോട്ട് ടി ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും അനൂപ് VR എന്നിവരാണ് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത്. ആദ്യം അരുൺകുമാറിലേക്ക് പോയാൽ, അരുൺ, ഈ വിഷയത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ നെഞ്ചിലാണ് വെടിയുണ്ട തറയ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ചാനൽ ചർച്ചയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ സത്യത്തിൽ അത് പ്രതിരോധിക്കേണ്ട ബാധ്യത കോൺഗ്രസിന് മാത്രമല്ലല്ലോ. രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടി അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടേണ്ട, നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയുള്ള ഒരിടത്താണ് അടിയന്തര പ്രമേയ നോട്ടീസിന് പോലും അവതരണാനുമതി കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് പറഞ്ഞ് സ്പീക്കർ തന്നെ അവഗണിക്കുന്നു. മന്ത്രിമാർ പലവിധ ആരോപണങ്ങളാണ് അതിനെതിരെ ഉയർത്തുന്നത്. അസംബന്ധ നാടകം എന്നൊക്കെ പറഞ്ഞ് അതിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയായ ഒരു പ്രവണതയാണോ? ലക്ഷ്മി, ഇത് 26-ാം തീയതി നടന്ന ഒരു ചാനൽ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. 27-ാം തീയതി കഴിഞ്ഞു, 28 കഴിഞ്ഞു, 29-ാം തീയതി ഉച്ചയ്ക്ക് 12:10 ഒരു പരാതി പോലീസിന് കിട്ടുന്നത്. അതായത് ഈ സംഭവം നടന്ന 3-ാം ദിവസം വരെ ഒരു പരാതി പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു പരാമർശമൊക്കെ നടത്തുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണല്ലോ ആ ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ. ആ ചാനൽ ചർച്ചയിൽ തന്നെ അതിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയോ ആ ചർച്ചയിൽ നിന്ന് ബഹിഷ്കരിച്ച് ഇറങ്ങി വരികയോ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധം, ഒരു 4 പേരെ കൂട്ടിയിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ തയ്യാറായതായിട്ട് നമുക്കറിയില്ല. അതായത് 26-ന് രാത്രി ഒരു പ്രതിഷേധം ഇല്ല, 27-നും ഇല്ല, 28-നും ഇല്ല, 29-നും ഇല്ല. പരാതി കിട്ടിയത് 12:10 എന്നാൽ 1:30-ക്ക് തന്നെ കേരളത്തിൻ്റെ പോലീസ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. പ്രതിയെ പിടിക്കാൻ വേണ്ടി വളരെ ശക്തമായി തന്നെ ഉള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ MPയോ MLAയോ പഞ്ചായത്ത് മെമ്പറോ ഒന്നുമല്ല. പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെയാണ്. നമുക്കെല്ലാം ഇത്തരത്തിലൊരു പ്രസ്താവന ഒരിക്കലും നടത്താൻ പാടില്ലാത്തതായിരുന്നു. വളരെ ഗൗരവമുണ്ട്. അസഹിഷ്ണുതയുടെയും അതുപോലെ പരസ്പര ശത്രുതയുടെയും വികാരം ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നടത്തിയത്. അതിന് കേരളത്തിൻ്റെ നിയമസഭ അടിയന്തര പ്രമേയമായിട്ട് അത് അവതരിപ്പിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാക്കുന്നില്ല. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചത്. അതായത് വെടിവെച്ച് കൊന്ന് വരുന്നവൻ 1 കോടി രൂപ ഇനാം തരും എന്ന് RSS പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ മംഗലാപുരത്തൊരു യോഗത്തിൽ പിണറായി വന്നാൽ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കളയും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിണറായി അവിടെ പോയി പ്രസംഗിച്ചു, ഗംഭീരമായിട്ട് തന്നെ ആ യോഗം കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പരാതി കിട്ടി, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ചിട്ടയായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ നിയമസഭയിൽ അത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിച്ച് നിയമസഭയുടെ സമയം മാറ്റിവെച്ച് ചർച്ച ചെയ്യണം എന്നതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. എന്നാൽ ഈ പ്രസ്താവന നടത്തിയ ആങ്കറോടോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഗസ്റ്റിനോടോ അദ്ദേഹത്തിന്റെ പാർട്ടിയോടോ ഒരു പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധവും നടത്തുന്നില്ല. പ്രതിഷേധം മുഴുവൻ LDF സർക്കാരിനോടും മുഖ്യമന്ത്രിയോടാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത് ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. അങ്ങനെയാണ് ഈ ചാനൽ ചർച്ചയിൽ വരുന്ന എല്ലാ പരാമർശങ്ങളും വെല്ലുവിളികളും ഇത്തരത്തിലുള്ള ഭീഷണിക്കും എല്ലാം ഓരോ ദിവസം മുഖ്യമന്ത്രി പ്രത്യേകം പത്രസമ്മേളനം നടത്തി മറുപടി പറയേണ്ടി വരുമല്ലോ. ഇത് ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. ഒരിക്കലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വാക്കിനെ നേരിടേണ്ടത് വാക്കുകൊണ്ടാണ്, അതുപോലെ ആശയങ്ങളെ നേരിടേണ്ടത് ആശയം കൊണ്ടാണ്. ഒരിക്കലും ആയുധമെടുക്കാനുള്ള ആഹ്വാനം നൽകുകയും ഭീഷണിപ്പെടുത്തുകയും കൊന്നുകളയും എന്നെല്ലാം പറയുന്ന രീതി സംഘപരിവാറിന്റെയും RSSന്റെയും രീതിയാണ്. ആ രീതിയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് ഈ സമാനമായിട്ടുള്ള ഘട്ടങ്ങൾ നേരത്തെ ഉണ്ടായപ്പോൾ, സാഹചര്യം ഉണ്ടായപ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാതെ മൗനം പാലിച്ച കോൺഗ്രസ്
തങ്ങൾക്കെതിരെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാൻ ഇത്രയധികം ഡിലേ വരുത്തി ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താതെ ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മന്ത്രിമാർക്ക് കരിങ്കൊടി കാണിക്കാൻ നടക്കുന്ന കുറെ യൂത്ത് കോൺഗ്രസ്സുകാരെ നമ്മൾ കാണാറുണ്ടല്ലോ. എന്തിയെ ഈ വിഷയത്തിൽ അവർ ഇവിടെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി ഒരു നോട്ടീസ് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ആ നോട്ടീസൊക്കെ അവതരിപ്പിക്കാൻ അനുമതി കിട്ടാറുണ്ട്. അതിനുശേഷമാണ് ഇതിപ്പോ സഭ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമല്ല എങ്കിൽ അത് തള്ളിക്കളയുന്നത്. പ്രത്യേകിച്ചും ഇത്ര പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. ഇതിനെ നമുക്ക് ഒട്ടും ലഘുവായി കാണാൻ കഴിയില്ല. രാജ്യത്ത് ഹിന്ദുത്വ ഭീകരവാദികൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോഴാണ് കേരള നിയമസഭയുടെ സ്പീക്കർ പറയുന്നത് ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന്. ഒരുപക്ഷെ കേരള നിയമസഭ ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ലായിരിക്കാം, എങ്കിൽ പോലും അതിനൊരു മര്യാദയും മാന്യതയും ഉണ്ടാകേണ്ടതായിരുന്നില്ലേ ആ അടിയന്തര പ്രമേയം തള്ളുന്നതിന് പോലും? അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള സംസ്ഥാന വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നാൽ അത് അനുവദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഗവൺമെന്റിന് ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടിയ ഒരു പരാതി, ആ ഉച്ചയ്ക്ക് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതിലെ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ 3-4 തവണ പോലീസ് ചെന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഫീസിലും പലതവണ കയറി ഇറങ്ങി. അപ്പൊ ആ പ്രതിയെ പിടിക്കാൻ ഇഫക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഈ നിയമസഭയിൽ ഇതിനു വേണ്ടി സമയം മാറ്റിവെച്ച് അതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയണം. ഗവൺമെന്റിനെ അക്യൂസേഷൻ നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതല്ല വേണ്ടത്, മറിച്ച് ഈ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രശ്നം ചർച്ച നടത്തി നിയമസഭയുടെ സമയം കളയുകയല്ല, എഫക്റ്റീവായിട്ടുള്ള നടപടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ DK ശിവകുമാർ ആരാണ്? കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയാണ്, DCC അവിടുത്തെ PCC പ്രസിഡന്റാണ്. അദ്ദേഹം നിയമസഭയിൽ ഇരുന്നു കൊണ്ട് രണഗീതം പാടിയത് 2-3 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടതല്ലേ. കർണാടകത്തിലെ നിലവിലെ ആഭ്യന്തരമന്ത്രി മുൻ KPCC പ്രസിഡന്റ് ABVPയുടെ സംസ്ഥാന റാലി ഉദ്ഘാടനം ചെയ്തതും മാസങ്ങൾക്ക് മുൻപാണ്. ഗുജറാത്തിൽ ആകെ ഒറ്റ MP ഉള്ളൂ കോൺഗ്രസിന്. ആ MP ആണ് ഗോമാതാവായ പശുവിനെ ഗുജറാത്തിന്റെ രാജമാതാവായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം സ്വയമായി അവതരിപ്പിച്ച് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് റെപ്രസെന്റേഷൻ കൊടുത്തത്. അപ്പോൾ ഈ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇപ്പൊ ഒരു ചർച്ചയുടെ ഭാഗമായി ഇതിനകത്ത് അരുൺകുമാർ ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു BJP പ്രതിനിധി പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന കോൺഗ്രസ് പ്രതിനിധി ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആ ചാനൽ ചർച്ചയുടെ കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് അത് എത്രത്തോളം വസ്തുതാപരമെന്ന് എനിക്കറിയില്ല. താങ്കൾ അത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നോ? അവിടെ ഒരു എതിർപ്പ് ഉയർത്തിയില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആരോപണം. പിന്നെ ഈ പരാതി കൊടുക്കുവാൻ അവിടെ കോൺഗ്രസ് വളരെ വൈകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പറഞ്ഞിരിക്കുന്നത് പ്രതിഷേധം തന്നെ വരാൻ വളരെ ലാഗ് ചെയ്തു. ഇത്രയും ഒരു 3-4 ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇത് നിയമസഭയിലേക്ക് ഇപ്പോൾ ഒരു വിഷയമായി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. BJPക്കെതിരെ ഒരു പ്രതിഷേധവും ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറുപടി അനൂപ്. അരുൺകുമാർ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ അസംബന്ധം പച്ച നുണ പറയുകയാണ്. താങ്കൾ ആ വീഡിയോ ക്ലിപ്പിംഗ് കണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച പ്രൊഫസർ റോണി കെ ബേബി വളരെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അരുൺകുമാറല്ല. അരുൺകുമാർ ഒരു ചർച്ചയിൽ ചിലപ്പോൾ അരുൺകുമാറിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഓടലായിരിക്കും. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങനെ ചെയ്തില്ല എന്നാണ് അരുൺകുമാർ പറയുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, അത് ആ ചർച്ച കണ്ട ആളുകൾക്കറിയാം. പക്ഷേ അരുൺകുമാർ കോൺഗ്രസ് പ്രതിഷേധിച്ചില്ല എന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പച്ച നുണ പറയുക. പിന്നെ BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിലൊന്നും അത്ഭുതമില്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച രാഷ്ട്രീയ ഹിന്ദുത്വം അങ്ങനെ ചെയ്യുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിശയമല്ലെന്നേ. ഗാന്ധിയെ വെടിവെച്ച വെറുപ്പിന്റെ രാഷ്ട്രീയക്കാർ രാഹുൽ ഗാന്ധി കുറെ നാളുകളായി ഗാന്ധിയുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുമെന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതിശയകരമല്ല. പക്ഷേ CPMന്റെ പ്രതിനിധി, CPMന്റെ നിയമസഭാ സാമാജികനായി സ്പീക്കറായിരിക്കുന്ന വ്യക്തി എന്താ പറയുന്നത്? ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലെന്നാ. ഇപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്?
ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എന്താണ് പ്രാധാന്യം എന്നാ? കേരളത്തിൽ ചാനൽ ചർച്ചയിലല്ല, റോഡിലല്ല, തെരുവിലല്ല, എവിടെ സംഭവിച്ചാലും കേരളത്തിന് നിയമസഭയിൽ പറയും. ഞങ്ങൾ സംസാരിച്ച് CPM-ന്റെ പാർട്ടി ഓഫീസിലല്ലോ, കേരളത്തിന് നിയമസഭയിൽ ഉന്നയിക്കാനാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികരായിട്ടുള്ള ആളുകൾ അവിടെ ഉള്ളത്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളോട് അത് ഉന്നയിക്കേണ്ടതെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഇവരെ സംബന്ധിച്ച് BJP-യുടെ B ടീമായി മാറിയിരിക്കുകയാണെന്നേ. ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും ഉന്നയിച്ചാൽ കേസ് കൊടുത്താൽ നടപടി എടുക്കുന്ന പറയുന്നത്. ഞാൻ അരുൺകുമാറോട് ഒരു കാര്യം ചോദിക്കട്ടെ. ജനം TV ചർച്ചയിൽ VHPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്ന് പറഞ്ഞു ശബരിമലയിലെ വാവർ നട പൊളിച്ചു കളയണമെന്ന് പരസ്യമായി. കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള പരിശ്രമ, മതസ്പർദ്ധ വളർത്താനുള്ള പരിശ്രമ. അതിനെതിരെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ VHPയുടെ ഓഫീസിൽ ഇരിക്കുന്ന ആ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ആളാണ് ഞാൻ. എന്നിട്ട് നടപടി ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയ കാര്യമല്ല. BJP സംഘപരിവാർ നേതാക്കന്മാരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ ഇവിടെ കേരളത്തിന്റെ പോലീസിന്റെ, പിണറായി വിജയന്റെ പോലീസിന്റെ പൊതു സമീപനാണെന്നേ. ഇവർ ഒരു നടപടി എടുക്കില്ല. ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോ നടപടി എടുക്കുമെന്ന് പറയാ. ഈ പറയുന്ന പ്രിന്റോ മഹാദേവനില്ലേ, തൃശ്ശൂർക്കാരനാ. ഞാനിവിടെ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രിന്റോനെ തൃശ്ശൂർ ഇവിടെ റൗണ്ടിൽ നോക്കിയാൽ അയാളെ കാണും. അയാൾ ഇവിടെ ഉണ്ടെന്നേ. പിണറായിയുടെ പോലീസിന് അയാളെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിടിക്കണ്ട, ഞങ്ങൾ പിടിച്ചു കൊടുക്കും. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പറ്റും. ഒരു ക്രിമിനലിനെ വേണമെങ്കിൽ ആളുകൾക്ക് കുറ്റകൃത്യം ചെയ്ത ഒരാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനേ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് പറയണം. പരാതി കൊടുക്കാൻ കോൺഗ്രസ് വൈകിയോ? ഒരു വൈകലും ഇല്ലല്ലോ. ഇത്ര സെൻസിറ്റീവായ വിഷയം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആരാ? ക്യാബിനറ്റ് റാങ്കാണ്. നമ്മുടെ വെസ്റ്റ് മിനിസ്റ്റർ രീതിയിലുള്ള ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിക്ക് തുല്യമായി ബഹുമാനിക്കപ്പെടുന്ന ഒരു പോസ്റ്റല്ല പ്രതിപക്ഷ നേതാവിന്റെ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഇത് കാര്യമാക്കേണ്ടതുണ്ടോ, ചാനൽ ചർച്ചയിൽ ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന്. വളരെ പ്രഹസനമായി ഇപ്പോൾ റെയ്ഡ് എന്ന് പറഞ്ഞ് നടത്തിയിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു, തൃശ്ശൂരിൽ തന്നെ പ്രിന്റു മഹാദേവനുണ്ട്, പക്ഷെ പിണറായി വിജയന്റെ പോലീസ് പിടിക്കുന്നില്ല. പ്രഹസനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രഹസനം. ഇവിടെ പിണറായി വിജയന്റെ പോലീസ് പറയട്ടെ, ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. പ്രിന്റു മഹാദേവനെ തൃശ്ശൂർ സ്റ്റുഡിയോയിലിരുന്ന് ഞാൻ ആധികാരികമായി പറയുകയാണ്, തൃശ്ശൂരിലെ പിണറായിയുടെ പോലീസിന് പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ പോയി പിടിക്കും. പിന്നെ അതിന് ഞങ്ങളെ പിണറായിയുടെ പോലീസ് CPM കുറ്റം പറയരുത്. ഇപ്പോൾ ചോദിക്കുന്നത് എന്താ? എന്തിന് ഞങ്ങളോട് ചോദിക്കുന്നു എന്ന് ചോദിക്കുന്നത്? നിങ്ങളോടല്ലാണ്ട് ആരോടാണ് മിസ്റ്റർ അരുൺകുമാർ ചോദിക്കേണ്ടത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആർക്കാ? ഇവിടെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയെ പോലെ ആൾക്കെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ട് കേരളത്തിന്റെ പോലീസിന് ഇത്ര നാൾ വായിൽ പഴമായിരുന്നു പിണറായി വിജയന്റെ. ഇവിടുത്തെ പോലീസ് സംവിധാനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പരാജയപ്പെട്ട പോലീസാണെന്നേ. നിങ്ങളെ സംബന്ധിച്ച് RSSകാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് അത് സ്വാഭാവികമല്ല. ഞാനൊരു കാര്യം പറയാം. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ഡൽഹിയിൽ കേരളത്തിലെ സർക്കാർ അവിടുത്തെ സർക്കാർ സ്കൂളുകളുടെ ചുമതലയുള്ള കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ BJP-യും CPM-ഉം സഖ്യമായി സംസാരിക്കാനുള്ള സഖ്യ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുക. ഇവിടെ സംബന്ധിച്ച് ഈ CPM RSS സഖ്യം എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്, അത് ആരോപണമല്ലെന്നേ. ഇവിടെ ഇതിനകത്ത് ഒരു പരാതിക്ക് പോലും സത്യത്തിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ തന്നെയാണ് ഈ വിധത്തിൽ ഒരു ചർച്ച വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വമേധയാ പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്. നമുക്കറിയാം 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടുന്ന സാഹചര്യങ്ങൾ, അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. PC ജോർജിനെതിരെ ഒക്കെ ഉണ്ടായ നടപടികൾ നമ്മുടെ ഓർമ്മകളിൽ ഉള്ളതാണ്. മാത്രമല്ല നിരപരാധികളായ മനുഷ്യരെ പോലും വളരെ വേഗത്തിൽ പിടികൂടുകയും ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വിവാദമായി കൂടി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു കൊലവിളി പ്രസംഗം നടത്തുന്ന പ്രതി ഇങ്ങനെ സ്വൈരമായി പുറത്ത് വിഹരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് അദ്ദേഹത്തെ, ഈ പ്രിന്റു മഹാദേവിനെ? ഇവിടെ താങ്കൾ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ വൈകിയത് എന്ന്. അദ്ദേഹം അതിന് മറുപടി പറയാതെ ശ്രീ VD സതീശൻ ചെയ്യുന്നത് പോലെ CPM-നെയും സർക്കാരിനെയും കുറിച്ച് പള്ളു പറയും. ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിരം രീതി. വീണ്ടും ഞാൻ ചോദിക്കുന്നു, 26-ാം തീയതി നടന്ന സംഭവത്തിൽ 26-ാം തീയതി രാത്രിയോ 27-ാം തീയതിയോ 28-ാം തീയതിയോ 29-ാം തീയതി ഉച്ച വരെ എന്തുകൊണ്ട് നിങ്ങൾക്കതൊരു പരാതിയാണെന്ന് പോലും തോന്നിയില്ല?
ഈ കേരളത്തിൽ കുറെ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കരിങ്കൊടി കാണിക്കാൻ തയ്യാറായി നടക്കുന്ന കുറെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രിന്റു മഹാദേവിന്റെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഏതെങ്കിലും BJP ഓഫീസിലേക്കോ ഒരു പ്രതിഷേധം പോലും നടത്തിയില്ല? ഒരെണ്ണം അവിടെ ഇവിടെയും 2 പ്രതിഷേധം നടത്തിയെന്നാണ് ഇപ്പൊ ലക്ഷ്മി പത്മ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. കാരണം പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രദ്ധിക്കണമെങ്കിൽ അതൊരു പ്രതിഷേധമായിരിക്കണമല്ലോ. പിന്നെ കോൺഗ്രസിന്റെ പ്രതീതി പറയുകയാണ് BJP-ക്കാരും കോൺഗ്രസും അങ്ങ് ഭായി. ഞാൻ ചോദിക്കട്ടെ, തീ തുപ്പുന്ന പ്രസംഗം മാറാട് കലാപം നടക്കുമ്പോൾ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവീൺ തൊഗാഡിയക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ്? ഏത് സർക്കാരാണ്? അതുപോലെ തന്നെ മാറാട് കലാപത്തിന് ആഹ്വാനം ചെയ്ത് അവിടെ തീ തുപ്പുന്ന വർഗീയ കലാപ പ്രസംഗം വീണ്ടും നടത്തിയ കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ്? ഏത് സർക്കാരാണ്? MG കോളേജിൽ പോയി ആക്രമണം നടത്തി നിരവധി പോലീസുകാരെ, പ്രത്യേകിച്ച് ഒരു CIയുടെ കാലിന് ബോംബെറിഞ്ഞ് ഒരു കാലിലെ 2 ഇറച്ചി മുഴുവൻ അസ്ഥി മാത്രമായി മാറി, അതിന്റെ മാംസം മുഴുവൻ തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിലെ പ്രതികൾക്ക് പോലീസിൽ നിയമനം കിട്ടാൻ വേണ്ടി RSSകാരായ പ്രതികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ച് കേരള പോലീസിലേക്ക് സെലക്ഷൻ കൊടുത്ത സർക്കാരിന്റെ പേര് എന്താണ്? UDF സർക്കാരാണ്. ആരാണ് മുഖ്യമന്ത്രി? ഇതിങ്ങനെ പകൽ പോലെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഭയപ്പെടും, അങ്ങ് മിണ്ടാതിരിക്കും. നിങ്ങളിൽ ഒരുവനെ കൊല്ലുകയാണെന്ന് പറഞ്ഞാലും കൊന്നു കളഞ്ഞാലും നിങ്ങൾ ഒരക്ഷരം ഉരിയാടില്ല. അതിനോട് CPM-നെ താരതമ്യപ്പെടുത്താൻ നിൽക്കരുത്. കാരണം നിങ്ങൾ പല സമയത്തും ഇത്തരത്തിലുള്ള അക്രമകാരികൾക്ക് കൂട്ടുനിന്നവരാണ്. അവർക്ക് പോയി വിളക്ക് കത്തിച്ചു കൊടുത്തവരാണ്, അവർക്ക് വഴി കാണിച്ചു കൊടുത്തവരാണ്. RSS ശാഖയ്ക്ക് കാവൽ നിന്നുകൊണ്ട് 250ഓളം CPM-ന്റെ പ്രവർത്തകരെ കൊന്നു തള്ളാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുക, നിങ്ങളുടെ കുറവ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് രാജ്യത്ത് തന്നെ ഉയർത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ പോവുകയാണ് എന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവന്നതേ ഒരു പ്രമേയം. എന്തിയെ നിങ്ങൾ ഇന്നലെ ഇത് അവതരിപ്പിക്കാത്ത? ഇന്നലെ ഇതേ നിയമസഭ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേർന്നതല്ലേ, നിങ്ങൾ അവതരിപ്പിച്ചില്ലല്ലോ. ഇന്നതൊരു വിഷയമായി വന്നത് രാഹുൽ ഗാന്ധി തന്നെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ AK ആന്റണി 90 വയസ്സ് കഴിഞ്ഞില്ലേ, ഒരു പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നില്ലേ? നിയമസഭയിൽ ഇത്രയും വലിയ ചർച്ച നടക്കുമ്പോൾ ഇന്ന വിഷയത്തിൽ കോൺഗ്രസ് ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല എന്ന് പറഞ്ഞ് 90-ാം വയസ്സിൽ പത്രസമ്മേളനം നടത്തേണ്ട സ്ഥിതിയിലേക്ക് അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിക്ക് മാറേണ്ടി വന്നെങ്കിൽ കോൺഗ്രസെ നിങ്ങളുടെ അധംപതനം എന്നല്ലാതെ ഒന്നും സൂചിപ്പിക്കാനില്ല. നിങ്ങൾക്ക് എന്ത് സംഭവം എവിടെ നടന്നാലും CPM-നെ ആക്രമിക്കണം, മുഖ്യമന്ത്രി ആക്രമിക്കണം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കണം. നിങ്ങൾ അതിന്റെ പുറകെ പോയിക്കോളൂ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പബ്ലിക് ഡൊമൈനിൽ കിടക്കെ തന്നെ ആ കേസെടുക്കാൻ എന്തിനാണ് വൈകുന്നത്? ആ പ്രതിയെ പിടികൂടാൻ എന്തിനാണ് വൈകുന്നത്? ഇവിടെ മറ്റ് കേസുകളിലൊന്നും അങ്ങനെയല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. വൈകിയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ത്വരിതഗതിയിലുള്ള നീക്കം ഉണ്ടാകാത്തത്? അല്ല, നിങ്ങൾ അങ്ങനെ മാധ്യമങ്ങൾ വളച്ചൊടിക്കരുത്. ഒരു പരാതി കിട്ടിയാൽ വിത്തിൻ 1 അവറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ FIR മജിസ്ട്രേറ്റ് കോടതിക്ക് അയക്കുന്നു. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോലീസ് പോകുമ്പോൾ 3.5 ദിവസം പരാതി കോൺഗ്രസ് കൊടുക്കാത്തത് പ്രശ്നമേ അല്ല. പരാതി കിട്ടി 1 മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടോന്നാ? ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ഒരാളും സംരക്ഷിക്കില്ല. വിദ്വേഷമുണ്ടാക്കുന്ന, വിഘടനമുണ്ടാക്കുന്ന, കലാപങ്ങൾ ഉണ്ടാക്കുന്ന ആഹ്വാനം ആര് നടത്തിയാലും അവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് പാരമ്പര്യമുള്ള സർക്കാർ തന്നെയാണ് LDF സർക്കാർ. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പ്രതി ചിലപ്പോൾ ഒളിച്ചു നടക്കും. ഇപ്പൊ പറയാനോ ഞങ്ങൾ പിടിച്ചു കൊടുക്കും, ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചു കൊടുക്കണേ. ഈ വന്ന് ചാനലിൽ വന്ന് വീമ്പ് പറയല്ല വേണ്ടത്. ഞങ്ങൾ പലരെയും കൃത്യമായി തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ അരുൺകുമാർ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പരാതി നൽകാൻ വൈകലുണ്ടായത്? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പ്രതിഭ ഈ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചല്ലോ, എന്തുകൊണ്ട് കോൺഗ്രസ് ഒന്നും ശബ്ദമുയർത്തുന്നില്ല എന്ന് ഇടതുപക്ഷത്തെ ഒരു നിയമസഭാ അംഗത്തിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തോട് വളരെ വൈകി പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. അനൂപ്, കേൾക്കാമോ? അതെ, ഒരു കാര്യം പറയാം. അരുൺകുമാറിനോട് പറയുന്നത്
പിടിച്ചു കൊടുക്കണേ എന്നുള്ള വർത്തമാനം ഇങ്ങോട്ട് വേണ്ട. മര്യാദയ്ക്ക് ഒരു സംവാദത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം. അതൊക്കെ അരുൺകുമാർ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നിന്റെ പിണറായിയുടെ പോലീസിന് പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊടുക്കും. പിണറായിയുടെ പോലീസ് പിന്നെ എന്തൊരു കോപ്പിനാ? എന്നിട്ട് ഇവിടെ വാദമുഖങ്ങളൊന്നും ഉന്നയിക്കാനില്ലാതെ പിടിച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ആളുകളെ വേറെ നോക്കിയാൽ മതി. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയാനുള്ളത് പറഞ്ഞു. നിന്റെ പിണറായിയുടെ പോലീസിന് ഈ കുറ്റം ചെയ്ത ആളുകളെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് പോയി പിടിക്കേണ്ടി വരും. നീ ഞങ്ങളോട് പറയുന്നു പോയി പിടിക്കാൻ. പിന്നെ എന്തിനാണ് നിന്റെ പിണറായിക്ക് ആഭ്യന്തരം കൊടുത്തിട്ടുള്ളത്, പിണറായിയുടെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുള്ളത്? നിന്റെ പിണറായിയുടെ പോലീസിനെ പിടിക്കാനല്ലേ തുറന്നു പറയുന്നേ? അപ്പൊ ഞങ്ങൾ പിടിച്ചോളാം. അത് പറഞ്ഞാൽ മതി. ഈ ചർച്ചയ്ക്കുള്ളിൽ അരുൺകുമാർ പറഞ്ഞല്ലോ പോയി പിടിക്കണേ. പരാതി കൊടുക്കാൻ വൈകിയോ? അതാണ് വലിയ ആക്ഷേപമായി ഏതായാലും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കോൺഗ്രസിന് വൈകൽ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? അല്ല, താങ്കൾ നോക്കേണ്ടത് ഇവിടെ ഞാൻ തന്നെ പറഞ്ഞല്ലോ, അരുൺകുമാർ വളരെ കൃത്യമായി സ്കിപ്പ് ചെയ്തൊരു കാര്യമുണ്ട്. ജനം TV ഡിബേറ്റിൽ VHPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന വിജി തമ്പി പരസ്യമായി പറഞ്ഞു ശബരിമലയിലെ വാവർ നട പൊളിച്ചു കളയണം. പിറ്റേ ദിവസം സ്പോട്ടിൽ പരാതി കൊടുത്ത ആളാണെന്ന് ഞാൻ. VHPയുടെ ആസ്ഥാന മന്ദിരമുള്ള കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത ഒരാളാ. ഒരു ചുക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവർ ഓരോ ന്യായങ്ങൾ പറയുക. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ട് പരാതി കൊടുക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ കഴിവുകേടല്ലേ? എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ? രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എന്നെ പോലെ അരുൺകുമാറിനെ പോലെ ഒരാളാണോ? ഇവിടെ ഒരാൾക്കെതിരെ ഞാൻ പറയട്ടെ, അരുൺകുമാറെ മര്യാദക്ക് നിൽക്കണം. വല്ല താങ്കൾ പറയുന്ന സമയത്ത് മിണ്ടാതിരുന്ന ഒരാളാ. അവർക്ക് കയ്യിൽ വെച്ചാൽ മതി. മാന്യമായി നമുക്ക് സംസാരിക്കാം. ഓക്കെ, പറഞ്ഞോളൂ, തുടർന്നു. ആരാദ്യം തുടങ്ങിയത്? പോയി പിടിച്ചു കൊടുക്കണേന്ന് ആരാദ്യം പറഞ്ഞത്? ഈ സംവാദം. അപ്പൊ നിങ്ങൾ സംസാരിക്കാം, വളരെ ആ വിഷയത്തിലൂന്നി സംസാരിക്കാം. അപ്പൊ അങ്ങനെ പറയൂ. അല്ല, ഞാൻ താങ്കൾക്കറിയാമല്ലോ, താങ്കളുടെ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ഞാൻ തികഞ്ഞ ജനാധിപത്യ മര്യാദയോടെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാ. പക്ഷേ ഇങ്ങോട്ടുള്ള ഭാഷയ്ക്കുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എനിക്ക് വിഷയത്തിന്റെ മെറിറ്റിൽ തന്നെ സംസാരിക്കാൻ കഴിയും, അങ്ങനെ തന്നെ സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് അങ്ങോട്ട് വേണമെന്ന് മാത്രം. ഇവിടെ തീർച്ചയായും ഞാനത് ആ ഒരു സ്വാഭാവിക പ്രതികരണം ആയതുകൊണ്ട് തന്നെ അനൂപ് ഞാൻ കുറച്ചു നേരം അനുവദിച്ചു. അത് പിന്നെ വീണ്ടും വീണ്ടും ആ ഒരു ലൈനിലേക്ക് തന്നെ പോകുന്നത് കൊണ്ടാണ് ഇടപെട്ടത് കേട്ടോ. സംസാരിച്ചോളൂ. തീർച്ചയായും ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ? ബഹുമാന്യനായ അരുൺകുമാർ, ആദരണീയനായ അരുൺകുമാർ പറയുന്നത് എന്താ? അരുൺകുമാർ പറയുന്നത് ഞങ്ങൾ കേസ് കൊടുക്കാത്തത് കൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നാ. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇവിടെ VHPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന വിജി തമ്പി മനസ്സിലായി. നമുക്ക് അത് അരുൺകുമാറിനോട് തന്നെ ചോദിക്കാം. അരുൺകുമാർ ഇതാണ് പറയുന്നത്. ഇവിടെ ഒരു സത്യത്തിൽ ഒരു ആ കാര്യത്തിൽ അനു പറയുന്നതിനകത്ത് ഒരു സെൻസ് ഉള്ളതായി എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ്. അത് ഒരു TV ചർച്ചയിൽ വന്നതെന്ന് പറയുകയാണ്. നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിലെ ആളുകൾ തന്നെ എത്ര പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് മുന്നിലുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള കൊലവിളികളെയൊന്നും അത്ര നിസ്സാരമായി നമുക്ക് കാണാനും കഴിയില്ല. ഒരു TV ചർച്ചയിൽ വന്നിരുന്നു പറയുന്ന പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യമാണ്. അത് പോലീസിന് വളരെ വേഗത്തിൽ നടപടി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അനൂപ് ചൂണ്ടിക്കാട്ടിയ വിഷയമാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വളരെ വലിയ ഒരു കലാപാഹ്വാനം ഉൾക്കൊള്ളുന്ന ഒരു പരാമർശത്തെക്കുറിച്ച് ഇദ്ദേഹം പരാതി കൊടുത്തിട്ടും നടപടി എടുത്തില്ല എന്നുള്ളതാണ്. വിജി തമ്പിക്കെതിരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ കേസുകളൊക്കെ കോർത്തിണക്കിയാണ് ഇവർ സഭയിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു ഒത്തുകളി ഉണ്ടോ എന്ന ആരോപണത്തിലേക്ക് അവർ സ്വാഭാവികമായി എത്തിച്ചേർന്നതാണത്. ഇവിടെ മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞയാള്
ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ പാനലിൽ വന്ന് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞില്ലേ, തൃശ്ശൂർ എവിടെയാണ് ഈ കേസിലെ പ്രതി ഇരിക്കണേന്നറിയാം, ഞങ്ങൾ പിടിച്ചു കൊടുക്കാം. ഇതേപോലെ കോൺഗ്രസിൽ ചേരാൻ ധാരണയായിട്ട് കോൺഗ്രസിന്റെ ഓഫീസിൽ ഉണ്ടാകും. ഇതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഇത് ഇവർ തമ്മിലൊക്കെ തീർത്താൽ മതി. കാരണം ഇന്ന് BJP ആയിട്ട് വന്നോ, നാളെ കോൺഗ്രസ് ആയിട്ട് വരും, നാളെ കോൺഗ്രസ് BJP ആയിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാക്കിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു ഗൗരവക്കുറവും കേരളത്തിന്റെ പോലീസോ ഗവൺമെന്റോ കാണിച്ചിട്ടില്ല. പരാതി കിട്ടി 3 ദിവസം വൈകി വന്ന പരാതിയിൽ ഒരു മണിക്കൂറിനുള്ളിൽ നടപടി ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇദ്ദേഹം എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളടക്കം എനിക്കറിയില്ല. ആ പരാതിയിൽ കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കാം, പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാം. അങ്ങനെ നിയമപരമായി ഒരുപാട് കാര്യമുണ്ട്. അദ്ദേഹം എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളടക്കം നോക്കി നടക്കലല്ല CPMന്റെ പ്രതിനിധിയുടെ പണി. എനിക്ക് ആ പണിയില്ല. അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് വന്നാൽ മറുപടി പറയാം. അത് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അതെ, കോടതിയിൽ പ്രൈവറ്റ് അന്യായം കൊടുക്കണമെങ്കിൽ അരുൺകുമാറിന്റെയോ CPMന്റെയോ പിണറായി വിജയന്റെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. പോലീസിംഗിന്റെ സമീപനത്തെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് BJPയിൽ നിന്ന് കോൺഗ്രസ് നിയമസഭയിൽ അടിയന്തര പ്രമേയം മറ്റെല്ലാ വിഷയങ്ങളിലും തകർന്ന് തരിപ്പണമാകുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നമ്പറും വരും, അപ്പുറത്തുള്ള നമ്പറും വരും. ഇതൊക്കെ കുറെ കണ്ടവനും ഇതൊക്കെ ചാടിക്കടന്നതുമാണ് LDF. ചർച്ച ഈ വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വാസു ഇപ്പൊ നിങ്ങളുടെ ചങ്ങായിയാ. CPM കാരെ കൊന്നു തള്ളിയ വാസു ഇപ്പൊ നിങ്ങളുടെ പാർട്ടിക്കാരനാണെന്നേ. അതിനെ കുറിച്ച് എന്താ പറയാത്തെ? പ്രിന്റു മഹാദേവനെ വളരെ വേഗം പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയട്ടെ. അങ്ങനെ ഇല്ലെങ്കിൽ പിടിച്ചു കൊടുക്കും എന്നാണ് ഏതായാലും അനൂപ് പറയുന്നത്. തൃശൂർ റൗണ്ടിൽ തന്നെ ഉണ്ട് എന്നാണ് അനൂപ് പറയുന്നത്. പിടിച്ചു കൊടുക്കുമെന്ന് അനൂപ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്ന് ആണ് ഏതായാലും അരുൺകുമാറും പറഞ്ഞിരിക്കുന്നത്. ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി അരുൺകുമാർ, അനൂപ് ചർച്ചയ്ക്ക് എത്തിയതിന്.